ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പരീക്ഷയുടെ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് ലോക്കാപ്പനും ചാക്കോയ്ക്ക് സ്കൂള് അടച്ചു കേട്ടോ. ഓണാവധിയായേ. അപ്പോൾ നമ്മളിങ്ങനെ ഓണാവധിക്ക് എന്ന് എവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ വർക്കിച്ചിനും ഓഫ് കിട്ടി. ഒരു ദിവസം നമ്മൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കാണാൻ പോകാമെന്ന് പ്ലാൻ ചെയ്തേ. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ അവിടെ എത്തിയേ. നമ്മുടെ കൂട്ടത്തിലെ കുട്ടിക്കുറുമ്പൻ ചാക്കോയാണ് നമുക്ക് മുന്നിലോടി വഴി കാണിച്ചു തരുന്നത് കേട്ടോ. ചാക്കോയ്ക്ക് ഇങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി കുറുമ്പ് കൂടുതലാണ്. അപ്പോൾ ഈ ചാക്കോ നമ്മുടെ എല്ലാം മുന്നിൽ ഓടുവാണേ. ഓണാവധി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ കാഴ്ചക്കാരുണ്ടായിരുന്നേ. ഹിൽ പാലസ് നമുക്കൊക്കെ സുപരിചിതമാണ് കേട്ടോ. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമ കുറച്ച് രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടാണേ. അപ്പോൾ നമ്മളിങ്ങനെ വന്നത് ഇവിടെ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ ഓണക്കാലത്ത് നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലം, അത്യാവശ്യം കാഴ്ചകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഹിൽ പാലസ്. ഇവിടെ വരുമ്പോൾ നമുക്ക് പാസ് ഉണ്ട് കേട്ടോ. വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപ വെച്ചാണ് പാസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. കൂടെ കൂടിക്കോ. അപ്പോൾ ഇവിടെ കുട്ടികളെ ആകർഷിക്കാനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പാർക്കുണ്ട്. അതുപോലെ ഈ മാനൊക്കെ ഉള്ളൊരു പാർക്കുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ നടന്ന് ഈ മാനൊക്കെയുള്ള പാർക്കിൻ്റെ അവിടെ വന്നേ. ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഓണാവധി ആയതുകൊണ്ട് ഒത്തിരി പേരുണ്ടായിരുന്നു കാഴ്ചക്കാരെ. എന്തായാലും ഇന്നത്തെ നല്ലൊരു അനുഭവമായിരുന്നു. പിള്ളേരൊക്കെ ഒത്ത് പുറത്ത് പോയി ഇങ്ങനൊരു കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണേ. കുറേ നേരം ഞങ്ങളിവിടെ ചിലവഴിച്ചു കേട്ടോ. അപ്പോൾ ഇതേ അവിടുന്ന് കിട്ടിയ ഇലകളൊക്കെ എടുത്ത് ലൂക്കായും ചാക്കോയും മാറി മാറി ഈ മാനിനൊക്കെ കൊടുക്കുവാണേ. ഇവർ വന്ന് കഴിക്കുവോ എന്തെടുക്കുമെന്നൊക്കെ ഇങ്ങനെ നോക്കി കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. മാത്തപ്പന് നല്ല കൗതുകമായിരുന്നേ. അപ്പാടെ കയ്യിലിരുന്ന് മാത്തപ്പൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു ഇവിടെ എന്താണെന്നുള്ളതൊക്കെ. ലൂക്കായ്ക്കും ചാക്കോയ്ക്കും അവിടെ നിന്ന് പോരണമേ ഇല്ലായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഇലകളൊക്കെ എടുത്ത് അവർ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഈ ഓണാവധി നമ്മൾ ഹിൽ പാലസിൽ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനത്തെ യാത്രകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പാർക്കിലെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഇവിടുത്തെ ഉദ്യാനത്തിലേക്ക് വന്നേ. വിശാലമായ മനോഹരമായ ഒരു ഉദ്യാനമാണ് കേട്ടോ. നമുക്ക് ഈ ഉദ്യാനത്തിൻ്റെ ഈ സ്റ്റെപ്പ് വഴി നമുക്ക് ആദ്യമേ ഉള്ളിലേക്ക് പോകാമായിരുന്നേ. അപ്പം നമ്മുടെ കൂട്ടത്തിലെ കുസൃതിക്കാരൻ ചെറിയൊരു കുറുമ്പ് കാട്ടി. നമ്മുടെ ചാക്കോ ഐസ്ക്രീം വണ്ടിയുണ്ട്. ഐസ്ക്രീമിനായി ചെറുതായിട്ട് വാശി പിടിച്ചേ. അതുകൊണ്ട് കേട്ടോ നമ്മൾ ഇതിലേ പോവാഞ്ഞേ. തിരികെ വന്ന് ചാക്കോയ്ക്ക് ഐസ്ക്രീമും വാങ്ങിക്കൊടുത്ത് ഉദ്യാനത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോരാൻ തുടങ്ങുവാണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.